ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വല്യമ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പോളയാണ്. നല്ല അടിപൊളിയൊരു പോളയാണ്. അതിന് ഞാൻ ഒരു 8 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ബാക്കൊക്കെ ഒന്ന് നന്നാക്കി ചെത്തിയെടുക്കുന്നുണ്ട്. ബാക്ക് ആ കറുപ്പ് പോക്കുകയാണ്. ഒരു പതമുള്ള ബ്രെഡായതിനെ കൊണ്ട് നല്ലോണം അങ്ങോട്ട് ചെത്തിയെടുക്കാൻ കഴിയുന്നില്ല, പൊടിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇത് 4 പുറം ബാക്ക് ചെത്തിയെടുക്കണം. കൈ കൊണ്ട് പൊളിച്ചെടുത്താലും മതി. ഞാനിതിങ്ങനെ ചെത്തിയെടുക്കുകയാണ്. എല്ലാം ഇങ്ങനെ ചെത്തിയെടുക്കണം. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓരോന്നോരോന്നാക്കിയൊക്കെ മുറിച്ച് വെക്കുന്നുണ്ട് ഞാൻ. നല്ലൊരു ടേസ്റ്റാണ്. കുറഞ്ഞ സാധനങ്ങൾ മതി. ഇതിനൊരു 3-4 കോഴിമുട്ടയും ഒരു 200 ഗ്രാമോളം ചിക്കനും, 200-250 ഗ്രാം ചിക്കനായാലും കുഴപ്പമില്ല. ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനെക്കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാമാണ് എടുത്തത്. 3 സവാള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അതും എടുത്തിട്ടുണ്ട്. കുറഞ്ഞ സാധനങ്ങൾ മതി. വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ എളുപ്പത്തിലുണ്ടാക്കാം. വക്ക് ചെത്തിക്കില്ലേ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് വക്കൊരു ഭംഗിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെത്തിപ്പോക്കുകയാണ് ഞാൻ. ഇനി ഇതൊക്കെ 4 പീസാക്കി എടുക്കണം. എല്ലാം 4 പീസാക്കി വെക്കുകയാണ്. മുഴുവൻ വെക്കുന്നതിനും കുഴപ്പമില്ല. ഞാനൊക്കെ 4 പീസാക്കി വെക്കുന്നുണ്ട്. ബ്രെഡ് മുഴുവൻ വെച്ചിട്ട് ബാക്കി പീസും മതി. ഞാനൊക്കെ ഇവിടെ പീസാക്കി വെക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്യുക. എല്ലാവരും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ആ ചിക്കനൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഒരു ചതുക്കുന്ന കല്ല് കൊണ്ടൊന്ന് ചതച്ചെടുക്കണം. ഇതിൽ തന്നെ ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം ഗ്യാസുമ്മൽ വെച്ചൊന്ന് ഗ്യാസ് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓണാക്കി കൊടുത്ത് ഞാനൊരു ലേശം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വയ്ക്കാം. നല്ലോണം ചൂടായി വന്നതിന് ശേഷമാണ് നമുക്കെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റും. അതിനെക്കൊണ്ട് നല്ലോണം ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് കഴിയുന്നൊരു പണിയാണിത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണിത്. കുട്ടികൾക്ക് സ്കൂളും വിട്ട് വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പെട്ടെന്ന് കഴിയും. പെട്ടെന്നൊരു അതിഥികൾ വീട്ടിൽ വന്നാലൊക്കെ ഇത് ഉണ്ടാക്കാൻ എളുപ്പം കഴിയുന്നൊരു സംഗതിയാണിത്. ഒരു 5-6 കഷ്ണം, ഒരു 6-7 കഷ്ണം ബ്രെഡ് മതി. അത് 8-9 ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് എടുക്കുക. അതിനനുസരിച്ച് മസാല എടുക്കണം. പാത്രം വലുതാകുന്നതിനനുസരിച്ച് ബ്രെഡും വലുതാക്കാം. അതിനെക്കൊണ്ട് നല്ലൊരു രുചിയാണ്. ഇത് ആർക്കും നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലോ പെട്ടെന്നൊരുത്തേ പോകണമെങ്കിലോ ഇറ്റാലൊന്നും ഉണ്ടാക്കി ഒക്കെ കൊണ്ടുപോവുകയാകുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പം ഞാൻ ഈ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാത്രം നല്ലോണം എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി വഴറ്റിയെടുക്കണം. ഉപ്പ് കൂടുതലായി പോകണ്ട. 1/4 ടീസ്പൂൺ ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി നന്നാക്കി വഴണ്ട് വരുന്നവരെ ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കണം. നമ്മൾ സമൂസൊക്കെ കൊലത്തും പോലെ നന്നാക്കി ഒലത്തിയെടുക്കണം. നിങ്ങളൊന്നിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നെങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ.
ഇനി ഉള്ളി നല്ലോണം വഴന്ന് വരുന്നവരെ നന്നാക്കി ഇളക്കി കൊടുക്കണം. ഉള്ളി വഴന്നിക്കില്ലെങ്കിൽ ഉള്ളി കടിക്കൂ. അതുകൊണ്ടിട്ട് അത് നന്നാക്കി വഴണ്ട് വരണം. നല്ലോണം വഴണ്ട് വരുന്നുണ്ട് ഉള്ളി. ഇനി നമുക്കിതിലേക്ക് നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നാക്കി വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണിത് കൂട്ടാൻ. ഉണ്ടാക്കി നോക്കിയാൽ ചായക്ക് 4 മണിക്കൊക്കെ നല്ലൊരു പലഹാരമാണിത്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ചതച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളകും മഞ്ഞൾപ്പൊടിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ലോണം കരിഞ്ഞു പോകാണ്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതായ നല്ല ചതച്ച് വെച്ച ചിക്കനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളാരും ഇത് മിക്സിയിൽ അടിച്ചെടുക്കരുത് കേട്ടോ. ഒന്നിനും തന്നെ മിക്സിയിൽ അടിച്ചെടുത്താൽ ഒരു ടേസ്റ്റ് കിട്ടൂല. ഇങ്ങനെ ആകുമ്പോൾ നല്ല ആര് പോലെ ഉണ്ടാവും കണ്ടോ. ഞാനിത് പാത്രത്തിൽ തന്നെ ചതക്കുന്ന ഉരലിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ പാത്രത്തിൽ തന്നെ സ്റ്റീലിൻ്റെ ചതക്കുന്ന കോല് കൊണ്ട് ഞാൻ പാത്രത്തിൽ നിന്ന് തന്നെ ഒന്ന് ചതച്ച് ആക്കിയെടുത്തതാണ്. ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആയാലാണ് ടേസ്റ്റ് കിട്ടുക. മറ്റ് മിക്സി പൊടിക്കുമ്പോൾ അങ്ങോട്ടകലെന്ന് പോവും. ഇനി അതിലേക്ക് ഞാൻ ലേശം മല്ലിച്ചപ്പും കറിവേപ്പിലയെല്ലാം കൂടി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുരുമുളകിൻ്റെ ടേസ്റ്റ് അത്ര ഇതാത്തതിനെ കൊണ്ടിട്ട് കുരുമുളക് ഞാനിതിൽ ഇട്ടിട്ടില്ല. കുരുമുളക് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതാ 4 മുട്ട ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഉടച്ച് പാർന്ന് കൊടുക്കുന്നുണ്ട്. 4 മുട്ട ഉടച്ച് പാർന്നിട്ട് നമുക്കുന്നത് നല്ലോണം മിക്സീൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. ഇതിൽ ഏലക്കായ ഉപ്പോ ഒന്നും ചേർത്തുന്നില്ല. ബ്രെഡിൻ്റെ അകത്ത് ഉപ്പിൻ്റെ അംശമുള്ളതിനെ കൊണ്ട് ഏലക്കായൻ്റെ ടേസ്റ്റ് ഉള്ളതിനെ കൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ചേർത്തുന്നില്ല. വെറും മുട്ട മാത്രം ഒന്ന് അടിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ ഒരു ലേശം പാലും ഒഴിച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ലേശം പാലും ഒഴിച്ചാൽ പാലൊന്നും അധികമായി പോകരുത്. മുട്ടൻ്റെ ഈ പറ്റലുണ്ടെങ്കിൽ മാത്രമേ ബ്രെഡുമെല്ലാം ഒട്ടിക്കിട്ടുള്ളൂ ചെമ്പിൽ. ഇനി ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചെമ്പ് ഗ്യാസുമ്മൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഈ ഗ്യാസുമ്മൽ വെച്ചൊരു ചെമ്പ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ലേശം നെയ്യിട്ട് കൊടുക്കണം. നെയ്യിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നെയ്യ് തടവി എടുക്കണം. നെയ്യ് തടവി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് അടി പിടിക്കാതെ നിൽക്കാനാണ് ലേശം നെയ്യ് തടവി കൊടുക്കുക. നെയ്യ് തണുപ്പ് കൊണ്ട് ഉറച്ച് പോയിട്ടുണ്ട്. അത് നെയ്യായാലും ഇങ്ങോട്ട് വീണ് കിട്ടുന്നില്ല. അതാണ് ബുദ്ധിമുട്ട്. ലേശം നെയ്യ് മതി ഒന്ന് തടയി കൊടുക്കാനാണ്. നമുക്ക് പത്തിരി ചുടുന്ന ഇതിനെ കൊണ്ട് നെയ്യ് പരട്ടുന്ന ആ ഷീറ്റ് കൊണ്ടൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് അതൊന്ന് അതിലേക്ക് തടവി കൊടുക്കുക. നെയ്യ് തണുപ്പ് കൊണ്ട് ഉറച്ച് പോയിക്കുക. അതുകൊണ്ടാണ് ഒന്ന് എല്ലാ ഭാഗത്തും തടവി കൊടുക്കുക. ഇനി നമുക്ക് ഈ അടിച്ച് വെച്ച മുട്ട ഒന്ന് ലേശം അടി പാർന്ന് കൊടുക്കണം. ആ മുട്ട അടി പാർന്നതിന് ശേഷം മുറിച്ച് വെച്ച ബ്രെഡൊക്കെ ഓരോരോ പീസ് മുക്കിയിട്ട് 4 അരിവ് കൂടി ചെമ്പിൻ്റെ എല്ലാ അരിവ് കൂടിയും വെച്ച് കൊടുക്കണം.
എല്ലാം മുട്ടയിൽ മുക്കിയിട്ട് ചെമ്പിൻ്റെ അരിവ് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. പാത്രത്തിൻ്റെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇത് മുഴുവൻ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ 4 ഭാഗത്തും ഇങ്ങനെ കഷ്ണം കഷ്ണം തന്നെ വെച്ച് കൊടുത്തെങ്കിൽ അതിനൊരു ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ബ്രെഡ് ബോളിൻ്റെ ഷേപ്പ് കിട്ടിയില്ല. ഇത് ബ്രെഡ് ബോളാന്നും പറയുക, ബ്രെഡ് ചട്ടിപ്പത്തിരി എന്നും പറയുക, എല്ലാം പറയും ഇതിന്. ഞങ്ങൾ ബ്രെഡ് ബോളാന്നാണ് ഇതിന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ബ്രെഡ് കൊണ്ട്. ഈ 4 അരിക്കും ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. വട്ടം ചുറ്റി വെച്ച് കൊടുക്കുക. നല്ല വട്ടത്തിൽ ചുറ്റും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നടുക്കും വെച്ച് കൊടുക്കണം. ഇത്തിരി ഒട്ട കാണാതെ രീതിയിൽ വെച്ച് കൊടുക്കണം. ഇനി നടുക്കൊക്കെ പീസ് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് മുക്കി എടുത്ത് വെച്ച് കൊടുക്കുക. നടുക്കൊക്കെ വെച്ച് കൊടുക്കുക. മുഴുവൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ മുഴുവനും വെക്കാത്. ഇത് മുഴുവൻ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഓട്ടകളും അടച്ചു കൊടുത്താലും മതി. പക്ഷെ അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ പോളക്ക്. അതുകൊണ്ടാണ് മുഴുവൻ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടൂല. അടുപ്പിച്ച് വെച്ച് കൊടുക്കണം. ഞാൻ നടുക്ക് ഇപ്പോൾ ഒരു മുഴുവൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പീസ് തന്നെ വെക്കുമ്പോൾ കുറേ കഷ്ണം പീസായിട്ട് വേണം. അതിങ്ങനെ ഒന്ന് അടച്ച് കൊടുക്കാൻ. കയ്യെങ്കിലും നിങ്ങൾക്ക് 2-3 മുഴുവൻ പീസ് തന്നെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കഷ്ണം വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച മസാല നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചിക്കൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് പോകും. ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ കൈ കൊണ്ട് ചതച്ചെടുക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഭംഗിയായിട്ട് വരും. നിറച്ചും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി ബ്രെഡ് വെച്ച് കൊടുക്കണം. ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. തിന്നാലും മതിയാവില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എത്ര തിന്നാലും നിങ്ങൾക്ക് മതിയാവില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നന്നാക്കി ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. ബ്രെഡ് 2-3 കഷ്ണം അങ്ങനെ വെച്ച് കൊടുക്കുക. ഒക്കെ മുട്ടയിൽ മുക്കിയിട്ടാണ് വെക്കാവും. അപ്പാട് വെച്ച് കൊടുക്കരുത്. നിങ്ങൾ മുട്ടൻ്റെ അകത്ത് മുക്കിയിട്ട് വെച്ച് കൊടുക്കണം.
പിന്നെ 4 ഭാഗത്തും കഷ്ണമാക്കി വെച്ച് കൊടുക്കുക. ഈ ഫില്ലിങ് ഫുള്ളും മൂടിയെടുക്കണം. ഫുള്ളായിട്ട് ഞാൻ ഫില്ലിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ മുട്ടൻ്റെ അതിൻ്റെ മേലെ കുഴി നന്നാക്കി ഒഴിച്ച് കൊടുക്കുക. ആ ഫില്ലിങ് ഒക്കെ മൂടി നിൽക്കും. ഇനി എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി ഗ്യാസും മേലുമ്മക്ക് ഒരു പത്തിരി ചുടുന്ന താപം എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ട്രൈഫാൻ എടുത്ത് വെക്കുക. എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി അതുമേൽ വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചൂട് പെട്ടെന്ന് അടിക്കുന്നതിനാണ്. കൂടുതലായിട്ട് ചൂടായാൽ കരിഞ്ഞ് പോകും, അതിനാണ്. ഇനി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്നതൊന്ന് മൂടി വെക്കുക. മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് വരെ ഇതൊന്ന് നല്ലൊരു ചൂടിൽ വെന്ത് കിട്ടാൻ വെയിറ്റ് ചെയ്യാം. വെറും 10 മിനിറ്റ് മതി. നല്ലോണം അടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുകളിൽ നന്നാക്കി വേവിച്ചെടുക്കണം. മുകളിൽ അടന്ന് പോകും. നമ്മൾ അങ്ങനെ കുലുക്കുമ്പോൾ ഞാനൊന്ന് അടി ഇളകി കിട്ടുമെന്ന് വെച്ചിട്ട് കുലുക്കിയതാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊണ്ട് ഒന്ന് ബക്കൊന്ന് വിടുത്തിയെടുത്താൽ മതി. വിടുത്തണമെന്നില്ല. നമ്മൾ ട്രൈഫാനിലേക്ക് മുട്ടുമ്പം തന്നെ നമുക്കത് നല്ലോണം വിട്ട് കിട്ടും. ഇനി ഞാൻ ഈ പത്തിരിക്കല്ലുമ്മേൽ ലേശം ഒരു എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അതേമേലേക്ക് കമത്തി വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു ഭാഗം നല്ലോണം വെന്തൊക്കെയുള്ളൂ, ഒരു ഭാഗവും കൂടിയും വേവിച്ചെടുക്കാനുണ്ട്. എന്നിട്ട് ഇതുമ്പോൾ നമുക്കൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് 8 പീസാക്കി മുറിക്കുന്നുണ്ട്. പീസാക്കി മുറിച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇത് നല്ലോണം ചൂട് ആറിയതിന് ശേഷം ഇത് മുറിക്കാം. ഞാനിത് ചൂടോടെ തന്നെ മുറിക്കുന്നുണ്ട്. കുട്ടികൾക്ക് തിരക്ക് കൂടിയതിനെ കൊണ്ട് സമയം വൈകിപ്പോയി. അതിനെ കൊണ്ടിട്ട് നല്ലോണം ഇത് മുറിച്ച് പെട്ടെന്ന് ചൂട് കഴിഞ്ഞാൽ വേഗം മുറിച്ച് കിട്ടുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലോണം നന്നായി വന്നിട്ടുണ്ട്. ചൂട് കൊണ്ട് തൊട്ടുകൂടാ.